ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ സൗണ്ട് വീണ്ടും ശരിയായിട്ടില്ല. ഇന്നലെ ഇത്രയും പോലും സൗണ്ടിലായിരുന്നുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം ഗൈഡൻസ് ആണുള്ളത്, എന്താണ് ഡിവൈൻ ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഓക്കെ, സൗണ്ട് തീരെ കുറവായിരിക്കും, എൻ്റെ ചെവിയൊക്കെ അടഞ്ഞിട്ടാണുള്ളത് കേട്ടോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ എന്നോട് വന്നിട്ട് പേഴ്സണലി അമ്മോന്തോറ്റി ചോദിച്ച എല്ലാവർക്കുമുള്ള നന്ദി സ്നേഹം സുഹൃത്തുക്കളെ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു സെലിബ്രേഷനിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു സെലിബ്രേഷൻ ആയിരിക്കാം, മേ ബി ഒരു കല്യാണ നിശ്ചയമോ കല്യാണമോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കല്യാണ നിശ്ചയമാണ് മോസ്റ്റ് പ്രോബബ്ലി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളിടുന്ന ഒരു എഫേർട്ടിലോട്ട് നിങ്ങൾ എത്തുന്നില്ല. ചിലപ്പോൾ ഈ കല്യാണത്തിലോട്ടൊക്കെ റിലേഷൻഷിപ്പുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആൾക്കാർ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും അത് ആ ഒരു കല്യാണ നിശ്ചയം അല്ലെങ്കിൽ കല്യാണ പന്തലിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ 4 ഓഫ് വാൺസ് പറയുന്നത്. അതായത് ഒരു സ്റ്റക്നെസ്, ഒരു അച്ചീവ്മെൻറ്റിൽ വന്നിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്, അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. ഇത് സെലിബ്രേഷൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ ഫങ്ഷൻസിൽ പങ്കെടുക്കുന്നുണ്ടാവും, അതുണ്ട്. അതുപോലെ ഒരു അച്ചീവ്മെൻറ്റ് നേടുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലെ ഒരു വളരെ സക്സസ്ഫുള്ളായി നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു കാര്യത്തിൽ അച്ചീവ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നു എന്നാണ് ഇന്ന് കാണുന്ന 4 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഇത് ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ദൂരെ എവിടെയെങ്കിലും ആണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇന്ന് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുന്നുണ്ടാവും. അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്ന് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാവാനും സാധ്യതയുണ്ട്. ഓക്കെ, ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ദൂരെ എവിടെ നിൽക്കുകയാണെങ്കിലും തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ വീട് മാറി നിൽക്കുക അതൊക്കെ ആകും കേട്ടോ. അതായത് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയോ അല്ലെങ്കിൽ വിദേശത്തേക്കുള്ളവർ വീട്ടിലേക്ക് വരികയോ അങ്ങനെ എന്തെങ്കിലും ആകാം. ദെൻ ജസ്റ്റിസിൻ്റെ കാർഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന അച്ചീവ്മെൻറ്റ് എന്ത് തന്നെയായാലും അത് നിങ്ങൾക്ക് ഒരു ന്യായം നടപ്പിലാകലാണ്, അല്ലെങ്കിൽ ഒരു നീതി നടപ്പിലാവലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം ഒരു ജസ്റ്റിസ് നടക്കാൻ സാധ്യതയുണ്ട്. എന്ത് ജസ്റ്റിസാണ് നിങ്ങൾക്കിന്ന് കിട്ടാൻ പോകുന്നതെന്ന് നോക്കാം. എന്ത് ജസ്റ്റിസാണ് നിങ്ങൾക്കിന്ന് കിട്ടാൻ പോകുന്നത്? ഇത് കോടതി വിധികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കാം വിധി കിട്ടാൻ പോകുന്നത്. ഇന്ന് അതിൻ്റെ ഒരു ന്യായവിധിയൊക്കെ നടപ്പിലാകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഫൂളും 3 ഓഫ് വാണ്ടുമാണ്. അത് ഈ വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ട്. വിദേശത്ത് പോകാനോ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് പോകാൻ പറ്റാതെയൊക്കെ നിൽക്കുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളാവാം. നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റക്നെസ്, നിങ്ങൾ ഇതുവരെ ഫേസ് ചെയ്തിരുന്ന സ്റ്റക്നെസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ജോലി ഇല്ലാതെ നിൽക്കേണ്ടതിൻ്റെയോ അല്ലെങ്കിൽ ഉത്തരമില്ലാതെ നിൽക്കേണ്ടതിൻ്റെയോ ഒക്കെ ഒരു ആവശ്യകത നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് ഉണ്ടാകേണ്ടതായിരുന്നു. അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ടി വന്നത്. അതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവാം. ജോലിയില്ലാത്ത ആളുകളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോലിയില്ലാതെ നിൽക്കേണ്ടി വരും. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നെക്കൊണ്ട് എന്തൊക്കെ സാധിച്ചു, നിന്നെക്കൊണ്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് നിങ്ങൾ ഓവർകം ചെയ്യുന്നു എന്നാണ്. ആ സ്റ്റക്നെസ്സിനെ ഇന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ കർമ്മ റിലീസായിട്ട് നിങ്ങൾ ഇന്നതിനെ ഓവർകം ചെയ്തൊരു പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിദേശത്തേക്കായിരിക്കാം, അല്ല ചിലപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു തീർത്ഥാടനം പോകുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഒരു ജസ്റ്റിസിൻ്റെ കാർഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നീതി നടപ്പിലാവുന്നു, അല്ലെങ്കിൽ മറ്റാർക്കോ നിഷേധിക്കപ്പെട്ട നീതി, നിങ്ങളാൽ നിഷേധിക്കപ്പെട്ട നീതി നിങ്ങൾക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി കിട്ടുന്നതോ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ 5 ഓഫ് സോർഡ്സ് ആണ്. 5 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഈ സ്വാർത്ഥത എന്നുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളോട് ചലഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ ആളുകളുണ്ട്. അവർ നിങ്ങളെ ഉപയോഗിക്കുക, നിങ്ങളുടെ എനർജിയെ യൂസ് ചെയ്യുക, നിങ്ങളെ മുതലാക്കുക, അങ്ങനെയൊക്കെയാണ് ഇത് പറയുന്നത്. അതുപോലെ നിങ്ങളായാലും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. നിങ്ങളായാലും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, ഹേർട്ട് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ശ്രമിക്കണം, ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ.
അതുപോലെ നിങ്ങളെ ആയാലും മറ്റുള്ളവർ മുതലാക്കുക എന്നാണ്. അതായത് ചിലപ്പോൾ നിങ്ങളോട് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഒരു ഫുഡ് കഴിക്കാനൊക്കെ പോകുകയാണെങ്കിൽ തന്നെ പേ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ പേ ചെയ്യും. ഒരു ചിലപ്പോൾ 10 പേര് കൂടി ആയിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ പേ ചെയ്യും, പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ, അതായത് നമ്മളിട്ട എഫേർട്ടിനുള്ള ഫലം നമുക്ക് കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ മുതലാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവർ എടുക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു എനർജി ഉണ്ട്. അതുപോലെ 5 ആണ്. അപ്പോൾ ഒരു അൺലക്കി 5 ആണ്. ചുറ്റുമുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നിങ്ങളത് തിരിച്ചറിയും കേട്ടോ. നിങ്ങളെ തിരിച്ചറിയും. നിങ്ങൾക്ക് മനസ്സിലാവും ചുറ്റുമുള്ള ആളുകൾ അത്ര വെടിപ്പായ ആളുകളൊന്നുമല്ല. അവർ നിങ്ങളോട് പുറമേ കാണിക്കുന്ന ഒന്നുമല്ല സത്യം. ഉള്ളിൽ മറ്റെന്തൊക്കെയാണ്, നിങ്ങൾക്ക് ചുറ്റും കോൺസ്പിറസി നടക്കുന്നുണ്ടെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അത് നിങ്ങൾ പേടിക്കുന്നുണ്ടെന്നാണ്. അത് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്. അത് നിങ്ങൾ ഇന്നത് തിരിച്ചറിയുകയും ചെയ്യും. നിങ്ങളെ മറ്റുള്ളവർ മുതലാക്കുകയാണ്, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ കോൺസ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചുറ്റും ഗൂഢാലോചനയുണ്ട്, അതൊക്കെ നിങ്ങൾക്കിന്ന് മനസ്സിലാവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അകാരണമായ ഭയങ്ങളൊക്കെ തോന്നാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ദെൻ എംപറർ എനർജിയാണ്. അപ്പോൾ പ്രൊമോഷനൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും, കുറച്ച് ഭയങ്കര സെൽഫിഷ് ആയിരിക്കും ഇന്ന ദിവസം. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു ഈഗോയിൽ നിൽക്കുന്ന ദിവസം ആയതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺഫ്ലിക്റ്റുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് പവർ, മറ്റുള്ളവരോട് നമ്മുടെ പവർ കാണിക്കുക, അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈഗോ ഉള്ള ആളുടെ ഇടയ്ക്ക്, ആളുകൾക്കിടയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഈഗോ പെട്ടെന്ന് ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളും പെട്ടെന്ന് എന്തെങ്കിലും പറയുന്ന നിസ്സാര കാര്യങ്ങളൊക്കെ മതി അവിടെ ഹേർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. തന്നെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വെയിറ്റ് ചെയ്യുന്നതാണ്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ബേർഡൻഡ് ആയിരിക്കാം. നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ധനം അത് നിലച്ചു പോയതുപോലെയാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് കിട്ടേണ്ട പണം തന്നെ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അതിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇതൊരു നർച്ചറിങ് മദറാണ്. അതുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഒരു ഫെമിനൈൻ എനർജിയാണ്. അതുപോലെ പാരമ്പര്യ സ്വത്തിനെ പരിപാലിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിന്ന് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. അതുപോലെ പൈസ കിട്ടുന്നതിനെ വളരെ തിങ്ക് ചെയ്തിട്ട് നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം ആ പണത്തിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് നിങ്ങൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. ദെൻ മൂൺ എനർജിയാണ്. ഒരു അകാരണമായ ഭയം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അത് ചില ആളുകളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ടാവും. ലവേഴ്സിന് ഞാൻ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ കാരണമായിട്ട് നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ, ഇപ്പോൾ ഓറൽ ആണെങ്കിൽ, ഇപ്പോൾ നേരിട്ട് സംസാരിച്ച ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ, അതല്ല ഓവർ ഫോൺ അല്ലെങ്കിൽ ഓവർ സോഷ്യൽ മീഡിയ ഒക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ലവേഴ്സുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കാരണമായൊരു ഭയം തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ ചേസ് ചെയ്യുക, അവരുടെ വെയറബോട്ട്സ് തേടുക, അവരുടെ സ്റ്റേറ്റസ് നോക്കുക എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അകാരണമായ ഒരു ഭയം നിങ്ങളെ പിടിച്ചിട്ടുള്ളവർ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പേടി മാത്രമല്ല, ഒരു വിഷാദം പോലെ ഉണ്ടാവുക, നിങ്ങൾക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നുക, അതൊക്കെയാണ്. ഓക്കെ, ദെൻ കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ കിങ് ഓഫ് സ്വോർഡ്സ് വരുമ്പം എംപററും കിങ് ഓഫ് സ്വോർഡ്സും ഉള്ളപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇമോഷണലി ആയിരിക്കരുത്, ഹെഡ് ഓവർ ഹാർട്ടാണ്. തലച്ചോറ് വെച്ചിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. ആലോചിച്ച് വളരെ ക്ലാരിറ്റിയോടുകൂടി വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ. കാരണം കിങ് ആണ്, കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ ആശയങ്ങളുടെയും അതുപോലെ തന്നെ ബുദ്ധിയുടെയും വഴക്കിൻ്റെയും ഒക്കെ കിങ് ആണ്. അപ്പോൾ എന്തിനും ഏതിനും ആരോടാന്ന് ചോദിച്ചാൽ ഞാനിടാന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടത്തിലായിരിക്കും നിൽക്കുന്നത്. അത് അപ്പുറത്ത് നിൽക്കുന്ന ആളും അങ്ങനെ തന്നെയാണെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, പക്ഷം പിടിക്കാൻ പാടില്ല. അതുപോലെ
ഈഗോ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഈഗോ ഇല്ലാതെ സംസാരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈഗോ ഇവിടെ 2 കാർഡ് വന്നിട്ടുണ്ട്, എംപററും കിങ് ഓഫ് സ്പോർട്സും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരെണ്ണം ഫാദർ ഫിഗറും ഒരെണ്ണം ഗ്രാൻഡ് ഫാദർ ഫിഗറുമാണ്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. നിങ്ങളുടെ ചിന്ത ഇന്ന് വളരെ പക്വമായ ചിന്തകളായിരിക്കും, പക്ഷെ അവിടെ ഇമോഷണലി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത്, ഇൻ്റലക്ച്വലി തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇന്ന് കുറച്ച് പവർഫുൾ ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെയാണെന്നൊരു തോന്നലോ അല്ലെങ്കിൽ മറ്റുള്ളവർ എനിക്ക് താഴെയാണെന്നൊരു തോന്നലൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അത് നല്ലതല്ല ആ ചിന്ത. അതുകൊണ്ട് കുറച്ച് ഈഗോ ക്ലാഷുകളും വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ടവറുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടി, നിങ്ങളുടെ ഈഗോയ്ക്ക് തന്നെ ഒരു തിരിച്ചടിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തോ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരടി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഭയന്നിരിക്കുന്നതാണ്, നിങ്ങൾക്ക് ഒരു അടി കിട്ടുമെന്ന് നിങ്ങൾ ഭയന്നിരിക്കുന്ന ഒരിടത്ത് നിങ്ങൾക്ക് അടി കിട്ടാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മൂഡ് സ്വിങ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലക്ച്വേറ്റിംഗ് എനർജിയിലായിരിക്കും. ചില സമയത്ത് ഭയങ്കര ഈഗോയിസ്റ്റ് ആയിരിക്കും, ചില സമയത്ത് വളരെ സട്ടിലായിരിക്കും, ചില സമയത്ത് ലവബിൾ ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അവിടെ കോൺഫ്ലിക്റ്റുകളുണ്ടാകാം. ടവർ കാർഡ് പറയുന്നത് വഴക്ക് മോസ്റ്റ്ലി അത് വഴക്കാവാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടാവുകയാണെങ്കിൽ തന്നെ ചെറിയ വഴക്കല്ല, വലിയ വഴക്കായിരിക്കും. കാരണം കിങ് ഓഫ് സോർഡും എംപററും ടവറും ഉണ്ട്. അപ്പോൾ വഴക്കുണ്ടാകുന്നെങ്കിൽ ഇത് നല്ലൊരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വീഴുക, ഉയരത്തിൽ നിന്ന് വീഴുക, കയ്യോ കാലൊക്കെ ഇടിച്ച് വീഴുക, കൈക്ക് കാലൊക്കെ പരിക്ക് പറ്റുക, വണ്ടിയിൽ നിന്ന് വീഴുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വാഹനം ഓടിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ. തലറിഞ്ഞ് വീഴുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. ഹെൽത്തിൽ ചിലപ്പം ഒരു ക്ലാഷ് വരുന്നതാകാനും സാധ്യതയുണ്ട്. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം വരും. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പല സോഴ്സിൽ നിന്ന് പണം വരുമെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് പണം കിട്ടുന്നെങ്കിൽ പോലും പണം വരാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫാമിലി ടൈം കുറേ അധികം സ്പെൻഡ് ചെയ്യാൻ സമയമാണ്. അതായത് വീട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാമെന്നാണ്. വീടിനും വീട്ടുകാർക്കും വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതാകാം, വീട്ടിലേക്ക് പണം വന്നു ചേരുന്നതാകാനും സാധ്യതയുണ്ട്. ഓട്ടം വന്നേക്കുന്ന ഹെർമിറ്റ് എനർജിയാണ്. അപ്പം കുറച്ച് സ്പിരിച്വൽ ആയിരിക്കും. നിങ്ങൾ എന്നൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ഒരു സ്പിരിച്വൽ ഗുരുവിനെ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നുകിൽ നിങ്ങളിലേക്ക് തന്നെ നോക്കുക, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക, നിങ്ങൾക്കുള്ള മറുപടികൾ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു സ്പിരിച്വൽ പേഴ്സണെ കാണാൻ സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട്. അതുപോലെ ആരാധനാലയങ്ങൾ സന്ദർശിക്കാനോ, അതുപോലെ ചില സമയത്ത് നിങ്ങളൊരു ഇൻട്രോസ്പെക്ഷൻ നടക്കാൻ, അതായത് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സ്വയം ചിന്തിക്കുക, ആത്മപരിശോധന നടത്തുക എന്നാണ്. അതാണ് ഈ പറഞ്ഞ ഹെർമിറ്റ് എനർജി പറയുന്നത്. അല്ലാത്തൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊക്കെ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുക, സ്റ്റക്നെസ് ഫീൽ ചെയ്യുക, ഇതൊക്കെയാണ്. ചില സമയത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നതും നല്ലത് തന്നെയാണ്. കാരണം നമ്മുടെ ചിന്തകൾ കുറച്ചും കൂടെ ഷാർപ്പാകാൻ അത് സഹായിക്കും. കാരണം പല ചിന്തകൾക്കും പല രീതിയാണ്. ചിലപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് നമ്മൾ തന്നെ ആയിരിക്കും ഉള്ളത്. ചില സമയത്ത് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ചർച്ചകളിലൂടെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, ലോകമഹായുദ്ധങ്ങൾ പോലും ഒരു വലിയ ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ടാണ് പറഞ്ഞു തീർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ചർച്ച ചെയ്തും ഉണ്ടാക്കാം, ഒറ്റയ്ക്ക് ചിന്തിച്ചൊക്കെ നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾ കൂടുതൽ ഒറ്റയ്ക്കിരിക്കാനും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഗൈഡൻസ് എടുക്കുമെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് ഇന്ന് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? എ ഇയർ ഫ്രം നൗ എന്നാണ് ഫസ്റ്റ് കാർഡ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന കാര്യത്തിന് ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ്, 1 വർഷമെങ്കിലും എടുക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളതിൻ്റെ ഫലം പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് അത് വിട്ട് കളഞ്ഞേക്കുക. നിങ്ങൾക്കുള്ളത് അത് ഇരട്ടി മധുരത്തിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കുമെന്നാണ് കാണുന്നത്. ദെൻ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ട്രസ്റ്റ് ദ പ്രോസസ്സ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് അങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. നെക്സ്റ്റ് ബി അസർട്ടീവ്. നിങ്ങൾ ദൃഢനിശ്ചയം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അത് സമയമാകുമ്പോൾ അതുപോലെ തന്നെ നടന്നോളും. ഓക്കെ, ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി ലവേഴ്സിന് എന്താണ് ഗൈഡൻസ് നോക്കാം.
ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഉള്ളത്? ലവേഴ്സിനുള്ള ഗൈഡൻസ് റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ ഓപ്പൺ അപ്പ് ആക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഇമോഷൻസിനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് ഓപ്പൺ ആക്കി വിടുക. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് പുറത്ത് കാണിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരത്തുള്ളൂ. ദെൻ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. അപ്പം നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും എന്നാണ് പറയുന്നത്. അവരുടെ സപ്പോർട്ട് നിങ്ങൾ സ്വീകരിക്കുക. ദെൻ യു ഡിസേർവ് ലവ്. നിങ്ങളിങ്ങനെ നിങ്ങളെ കൺട്രോൾ ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലവബിളാണ്. നിങ്ങൾ സ്നേഹം അർഹിക്കുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് ആണ്. നിങ്ങൾക്കിടയിൽ ക്ലാഷുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്, ഹൃദയം തുറന്നു വയ്ക്കുക, ഓപ്പണായിട്ട് സംസാരിക്കുക, ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. ഇൻ ബിറ്റ്വീൻ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും കട്ട് ആൻഡ് ഡ്രൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പുകൾ കുറച്ചും കൂടെ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും, വർത്ത് മെൻഷൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ വിളിച്ചിട്ട് ഒരുപാട് പേര് അമ്മോ പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.